Hi, hello guys, welcome back to my YouTube channel Love from Universe. Okay guys, hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്സപ്പ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ട ഒരു റീഡിങ്ങുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏതാണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ടെന്ന് പറയാം. കാരണം നിങ്ങളൊരു പേഴ്സണ് നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല മൊമെൻറ്റ്സ് അവരെവിടെയൊക്കെ വേദനിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു കാര്യം അങ്ങോട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല, ഒരുപാട് വേദന അവർ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. കാരണം അവരായിട്ട് നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷനാണോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വളരെ പാഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുമുണ്ട്, എന്നാൽ വരാനും പറ്റത്തില്ല. അതായത് ഇപ്പോൾ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയൊരു സിറ്റുവേഷൻ മറ്റൊരിടത്ത് നിൽക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആരോ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒന്ന് നേരിട്ട് നല്ലപോലെ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെ പലർക്കും ഇടയിൽ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ, സംശയങ്ങൾ, ഒരാൾ പറയുന്നത് മറ്റൊരാൾ, അതായത് നിങ്ങളെപ്പറ്റി ഒരു കുറ്റം വേറൊരാൾ പറഞ്ഞിട്ട് അയാൾ വിശ്വസിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അങ്ങനെയുള്ള മാനിപ്പുലേഷനും കാര്യമൊക്കെ നടന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് മുമ്പ് റിലേഷൻഷിപ്പ് ലെഫ്റ്റായ സമയത്ത് അവർ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടെ മനസ്സിൽ മൊത്തം നിങ്ങളാണ് കുറ്റക്കാരി അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ നിങ്ങളെ വേണം, നിങ്ങളുമായിട്ടൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരാഗ്രഹവും അവരുടെ മനസ്സിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിൽ ഒരാൾ എന്ന് വെച്ചാൽ ഭയങ്കര സമാധാനപരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, എല്ലാം ഒത്തുതീർപ്പാക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റേയാൾ എന്താ പറയുക, ഒരേ സമയം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഓടണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്, തിരിച്ച് വരണം എന്നും, അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസിൽ ഇന്നലെ ഞാൻ അങ്ങനെ കണ്ടത് അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയം. കാരണം അങ്ങനെയുള്ള മിക്സഡ് ഇമോഷൻസ് വരാനായിട്ടുള്ള മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് അവരായിട്ട് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവരോട് ഹാപ്പി അല്ല. അവർക്ക് എവിടെയൊക്കെ ഡൗട്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിരുന്ന സംഭവങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നും ഒരേ മൈൻഡ് തോന്നാറുണ്ട്, വരണ്ട എന്നും തോന്നാറുണ്ട്. വരണ്ട എന്ന് തോന്നാതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് നിൽക്കുന്ന ലൂപ്പിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു കുറച്ച് പേഴ്സൻറ്റേജ് ആണെങ്കിലും ഈഗോ എന്നുള്ളൊരിത് മനസ്സിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പല സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ചെയ്യും. ഒരു സമയത്ത് തന്നെ നിങ്ങളെ തന്നെ കല്യാണം കഴിക്കണം, നിങ്ങളൊരു മാരേജ് മെറ്റീരിയൽ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇതിലുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും അവരുടെ മനസ്സിൽ എന്താണ്, അവരുടെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളെന്ന് പറയുന്നത് എല്ലാ കാര്യവും ഒന്ന് സമാധാനപരമായിട്ട് വന്നാണെങ്കിൽ സംസാരിക്കാം, അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ. പക്ഷെ കേൾക്കാൻ നിൽക്കുന്നില്ല. കേൾക്കാൻ നിൽക്കാത്ത ഒരാളെ നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക, അല്ലേ? കേൾക്കാൻ നിൽക്കുന്നില്ല എന്നുള്ള രീതിയാണ് നിൽക്കുന്നത്. പക്ഷെ കുറച്ച് പേരെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് എൻ്റെ സൈഡിലെല്ലാ കാര്യം ശരിയാവും, യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട്, ക്ഷമയോടെ കാത്തിരിക്കാം എന്ന് അങ്ങനെ ഒരു ക്ഷമയോടെ പോകുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ചിലവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വെച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിലുള്ള മുഖ്യ ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ പ്രശ്നമായിട്ടാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി ആ ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫാക്ഷൻ, അത് റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ അല്ല, സോറി, നിങ്ങളുടെ ലൈഫ് സാറ്റിസ്ഫൈഡ് അതായത് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിന്ന് നല്ലൊരു എഫേർട്ട് എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലതായിട്ട് മുന്നേറി കയറും തോറും ചില സമയത്ത്, വളരെ ചില സമയത്ത് ഈ ഒരു പേഴ്സണെ പറ്റി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിൽ വന്ന് കയറുന്ന സമയത്ത് പെട്ടെന്ന് വല്ലാത്തൊരു ഇമോഷനിലേക്ക് കുറച്ച് സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് അങ്ങ് വീഴുന്നു പോകുന്നതും പിന്നെ തിരിച്ച് അങ്ങോട്ട് കരകയറി വരുന്നതുമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് മുന്നോട്ടും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുറേ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലൈഫിൽ വേണമായിരുന്നു. കാരണം അത് നിങ്ങൾക്ക് മാത്രമല്ല ആ ഒരു പേഴ്സണിനും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലെസണാണ്. കാരണം ഇതിലൂടെയാണ് അവർക്ക് മനസ്സിലായത്, നിങ്ങളെ വിട്ട് മറ്റൊരിടത്തേക്ക് പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കാര്യം ഡീല് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള വ്യക്തികളെ ഇരു ഭാവിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് ആയാലും
കരിയർ വൈസ് ആയാലും എന്ത് തന്നെയാണെങ്കിലും ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം, നിങ്ങളോട് സംസാരിച്ചതുപോലെയോ നിങ്ങൾ സിമ്പിളായിട്ട് നിന്നതുപോലെയൊന്നുമല്ല പല ആൾക്കാരും. നമ്മൾ വിചാരിക്കാത്ത പല നേച്ചറിലുള്ള ആൾക്കാരുണ്ട്. അതെൻ്റെ ഭാവിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെ ദോഷമാവും ദോഷമാവില്ല അതൊക്കെ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോവുക. കാശുപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഫിനാൻഷ്യലി ഞാൻ നല്ലപോലെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുക. അങ്ങനെ ഡീൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാവിയിൽ നല്ലപോലെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് ആ ഒരു പേഴ്സണിന് ഒരു ലെസൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്ന ഏതൊരവസ്ഥയിലാണോ ആ ഒരു അവസ്ഥയിൽ നിന്ന്. ഓക്കെ, നേരെ മറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആവുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല ആൾക്കാർ, ഇങ്ങനെയല്ല. മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേജ് ഫേസ് ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഉള്ള കുറച്ച് കഠിനമായിട്ടുള്ളൊരു കാര്യം വന്നാൽ പോലും നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് സിമ്പിളായിട്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാണുന്നൊരു കാര്യം, നിങ്ങളൊരു പേഴ്സണായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഏത് തന്നെയാണെങ്കിലും, ഓക്കെ, അവർ നിൽക്കുന്നൊരവസ്ഥ ഏത് തന്നെയാണെങ്കിലും അവർക്ക് അവിടെ സന്തോഷമില്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറയുന്നുണ്ട്. സന്തോഷമില്ലാത്തത് മാത്രമല്ല, അവരായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ അവർക്ക് ചുറ്റും ഒരു വേലി കെട്ടിയതുപോലെ, അല്ലെങ്കിൽ അവർക്കൊന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത ഒരുപാട് തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളടുത്തോട്ട് വരാനാണെങ്കിലും ശരി, അവർക്ക് അവരുടെ ചോയ്സിന് പോട്ടെ, ഈവൻ ഒരു ഡ്രസ്സാണെങ്കിലും ശരി, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതെ അവരതിൻ്റെ അകത്ത് തന്നെ പിടിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ അവർ അതിൽ നിന്ന് മാക്സിമം പുറത്ത് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ മാനിപ്പുലേഷൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു വോയിസ് ഇല്ലാത്ത രീതിയിൽ, കാരണം അതുപോലത്തെ എന്തൊക്കെയോ കാര്യം അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, വോയിസ് ഇല്ലാത്ത രീതിയിൽ അവരെ അവിടെ നിർത്തിയിരിക്കുന്നത് ആയിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണ് നിങ്ങളടുത്തേക്ക് വരണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ട്, എന്നാൽ വരാനും പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത്. പല സമയത്ത് നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വേദനയും വിങ്ങലും ഒക്കെ ഉണ്ട്. എന്താ ഞാൻ ചെയ്യേണ്ടത്, പൂർണ്ണമായിട്ട് നഷ്ടമാവുമെന്നുള്ള പേടിയുണ്ട് അവരിൽ. നിങ്ങളെപ്പറ്റിയൊക്കെ ഓർക്കുന്ന സമയത്ത് അവർക്ക് വല്ലാതെ നെഞ്ച് പൊട്ടുന്ന ഒരു ഇതാണ്. തിരിച്ചു പോകാൻ പറ്റില്ല, എനിക്കത് നഷ്ടമാവുമോ, വേറെ ആരോടെങ്കിലും ആയിട്ട് ഒന്നിക്കുമോ, എനിക്ക് ഡിസേർവിങ് ആയിരുന്നില്ലേ അത് എന്നുള്ള വേദന അവർ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴവരുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് യാതൊരു തീരുമാനമെടുക്കാനോ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങാനോ സാധിക്കത്തില്ല. കാരണം അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ കൊടുത്തു പോയതാണ്. അതുകൊണ്ട് തന്നെ അവർക്കതിൽ നിന്ന് ഒരു മോചനം ഉടനെ അവർക്ക് സാധിക്കുന്നില്ല. അവരിപ്പം എത്ര ശ്രമിച്ചാലും അവിടെ തടസ്സങ്ങൾ നിലവിലുള്ള സമയം ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതവർക്കൊന്നും ചെയ്യാനും പറ്റാത്തൊരു കാര്യത്തിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ സംതിങ് ഇനി എന്തെങ്കിലും ന്യൂ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ പുതിയ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും ഞാനായിട്ട് ഒരു ഉറച്ച തീരുമാനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ അതിനവർക്ക് കുറച്ച് സമയം എന്ന് പറയുന്നത് വേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരാളെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റി ആലോചിച്ച് അവർക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിലും അത് പറ്റാത്തൊരവസ്ഥയിലാണ്. പുറമേ നിന്ന് കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നത്തില്ല, വിളിക്കുന്നില്ല, ടെക്സ്റ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ പോലും അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ടെക്സ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്തൊരു വികാരം, ഒരു ഫീലിങ്സ് അങ്ങനെയൊന്നും ഇല്ലാത്തതുപോലെ. പക്ഷെ ശരിക്കും ആ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് അവിടെ സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ തിരിച്ച് വരണം എന്ന ആഗ്രഹമുള്ള പേഴ്സൺസൊക്കെയാണ് ഇതിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. പറഞ്ഞില്ല, ഇതിലേറ്റവും കൂടുതൽ കാണുന്ന കാര്യം ഒന്ന് പറഞ്ഞ് നന്നായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഓക്കെ, നല്ലപോലെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ ഒരു പേഴ്സൺ അതിന് വില്ലിങ് ആവുന്നില്ല, അവരെ കൊണ്ടത് പറ്റുന്നില്ല. അങ്ങനെ ഒരു കുറച്ച് സമയത്ത് പോലും നിങ്ങൾക്കൊരു ടൈം തരാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലോ ഒരു പ്രശ്നത്തിലോ അല്ല അവർ നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫർദർ മോർ ഏഞ്ചൽ മെസ്സേജ് എന്തെങ്കിലും നോക്കാം. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഗൈഡൻസ്. ഓക്കെ, എന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? എന്താണ് നിങ്ങൾ ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത്? ഓക്കെ, ഓക്കെ, ഇതിൽ കുറേ പേർക്ക് ഇത് അവരുടെ ഇൻറ്റ്യൂഷൻ, അതായത്
അവരുടെ ഇൻറ്റ്യൂഷൻ ബ്രേക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട്. അതങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിന്ന് നിങ്ങളുടെ കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്യാതിരുന്നപ്പം നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല, കണക്ഷൻ കിട്ടത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ഇനിയുള്ള കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് കുറച്ച് ഇൻറ്റ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, കിട്ടുന്ന ഒരു സമയം ഞാൻ കാണുന്നുണ്ട്. കാരണം നിങ്ങളൊരു സ്റ്റേജ് ഫേസ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക നല്ലതുപോലെ. അതുപോലെ സംതിങ് സൈൻ ചിലവർ കാണുകയാണെങ്കിൽ കാണാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ സംതിങ് സൈന് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സൈന് ചിലവർ ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി ഏഞ്ചൽ നമ്പർ കാണുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൈസ് പറന്നു പോകുന്നത്, വാട്ടവർ എന്തെങ്കിലും ഒരു മഞ്ഞ പക്ഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എടുത്തു ചാടി ഈ ഒരു വീഡിയോ ഇങ്ങനെ കേട്ട് ഇത് ഞാനുമായിട്ട് റെസണേറ്റ് ആകുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി മിണ്ടണം, അങ്ങോട്ട് പോയി കുറച്ച് സമയം കൊടുക്കണം, അതിനൊന്നും പോയി റഷ് ആവാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്തോറും ഈ ഒരു ബന്ധത്തിൽ പിന്നെ കുറച്ചും കൂടെ ലാഗ് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ റഷ് ആവാണ്ടിരിക്കുക, പേഷ്യൻസ് ആവുക, സമയം കൊടുക്കുക എല്ലാ കാര്യത്തിലും. നിങ്ങൾക്ക് അതാണ് വേണ്ടത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സമയം അനുസരിച്ച് നിങ്ങൾ എല്ലാത്തിനും ഒരു സ്പേസ് കൊടുക്കുക, സമയം കൊടുക്കുക, യൂണിവേഴ്സിൻ്റെ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു പേഴ്സൻ്റെ നിങ്ങളെ വിട്ടിട്ട് പോയെങ്കിൽ അവരോടൊരു കർമ്മ അനുഭവിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഒരു പേഴ്സൺ തിരിച്ചു വന്നാലും പരിഗണിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഇവിടെ അതിന് എടുത്തു പറയുന്നില്ല വേണ്ട ലെറ്റ് ഗോ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. അത് നിങ്ങളുടെ ഒരു ചോയ്സായിട്ടാണ് ഞാൻ കാണുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീരുമാനം എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്ന ഇൻറ്റ്യൂഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുക, സംതിങ് സൈന് നോക്കുക, യൂണിവേഴ്സായിട്ട് ഒരുപാട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.